ഇന്ന് രണ്ടാളും ഭയങ്കര തിരക്കിലാണ്. അടുപ്പ് കൂട്ടി ചോറും കറിയും ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇവർക്ക് വെള്ളത്തിലും മണ്ണിലും കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവധി ദിവസങ്ങളിലെല്ലാം ഇവർ ചെലവഴിക്കുന്ന മണ്ണിലും വെള്ളത്തിലുമാണ്. പക്ഷേ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു കണക്കിനത് നല്ലതാ. കുട്ടികൾക്ക് മണ്ണിനോട് അറപ്പോ വെറുപ്പോ ഒന്നും ഉണ്ടാവില്ല. നല്ല ഇഷ്ടത്തോടെയാണ് അവർ രണ്ട് കൈ ഉപയോഗിച്ച് നല്ലോണം വാരിയാണ് അവർ കളിക്കുന്നത്. ഞാൻ സ്കൂളിൽ നിന്ന് കുട്ടികളോട് ഒരു കാട് പറിക്കാനോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് എവിടെ നിന്ന് എടുക്കാനോ പറഞ്ഞാൽ കുട്ടികൾ ചെയ്യില്ല ഇന്ന്. ഇന്ന് അവർ പറയും, അയ്യോ എനിക്ക് അറപ്പാ ടീച്ചർ, എൻ്റെ മേത്ത് മണ്ണ് പറ്റും അല്ലെങ്കിൽ ചെളി പറ്റും എന്നൊക്കെ. എവിടെയോ വായിച്ച് കേട്ടത് ഞാൻ ഓർക്കുകയാണ്. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വിടുന്നത് പോലെയാണ് സ്കൂൾ വിട്ട് വരുന്നതെങ്കിൽ അതിനർത്ഥം അവർക്ക് വളർച്ച വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനി അവർ ഇച്ചിരി കുറച്ച് വിയർപ്പൊക്കെ പറ്റി അതുപോലെ തന്നെ അവരുടെ മുടിയൊക്കെ ഒന്ന് ഡിസോർഡറായി അവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് ഡിസോർഡറായാണ് അവർ തിരിച്ചു വരുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ കുട്ടികൾ ശാരീരികവും മാനസികവുമായി വളർച്ച വന്നുകൊണ്ടിരിക്കുന്നവരും വളർച്ച വന്നവരുമാണെന്നാണ്. അപ്പം നമുക്ക് നമ്മുടെ കുട്ടികളെ ചെളിയൊക്കെ പറ്റിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ അവരെ ശകാരിക്കേണ്ട ആവശ്യമില്ല. അവരെ ആവശ്യത്തിലധികം കളിച്ച് ഉല്ലസിച്ച് വളരട്ടെ. കാരണം മണ്ണിനോടും മഴയോടും എല്ലാം അവർ പൊരുത്തപ്പെടാനായിട്ട് നമ്മൾ ചെറുപ്പത്തിലേ പഠിക്കണം. അല്ലെങ്കിൽ പിന്നെ മണ്ണിൽ തൊടാൻ അറപ്പ്, വെള്ളത്തിൽ തൊടാൻ അറപ്പ്, ഇതൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റുമ്പോഴാണ് നമ്മൾ അമ്മമാരുടെ ജീവിതവും സക്സസ് ആവുന്നത്.